വയനാട്ടിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മാതൃഭൂമിയുടെ അനുമോദനം. ജസ്പേഡ് ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ 500ഓളം വിദ്യാർത്ഥികൾ ആദരവ് ഏറ്റുവാങ്ങി. മന്ത്രി ടി സിദ്ദിഖ് ആദരം 2026 ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ നിന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ സംഗമമായി മാറി ആദരം 2026. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 500ഓളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിലെ മികവ് ജീവിതത്തിലും നിലനിർത്താനാകട്ടെ എന്ന ആശംസയ്ക്കൊപ്പം ലഹരി മാഫിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അദ്ദേഹം കുട്ടികൾക്ക് നൽകി. വിദ്യാർത്ഥികളായ നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അസ്വസ്ഥതയുടെ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ ആരെങ്കിലും മാടി വിളിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചാഞ്ചല്യമില്ലാതെ നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകണം. സാങ്കേതിക വിദ്യയുടെ കാലത്ത് കൂടുതൽ കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. നമ്മളെപ്പോഴും സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കയറുമ്പോൾ ആദ്യം മനസ്സിലൊരു PSC എക്സാമിനേഷൻ എഴുതി സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടണം എന്നുള്ളതാണ്. അവിടുത്തെ നമ്മുടെ ആസ്പിറേഷൻ ലെവൽ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മൾ തന്നെ അതുകൊണ്ട് തീർക്കുകയാണ്. കാരണം അത് മതി, LD ക്ലർക്കായാൽ മതി എന്നുള്ളത്. അങ്ങനത്തെ കുട്ടികളെല്ലാം ഇവിടെ കാണുക. നല്ല അത് മോശം പ്രവൃത്തി നല്ല പറയുന്നത്. നിങ്ങൾ കുറേ കൂടി ആസ്പിറേഷനിലാണ്, കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് ആശ്വാസം വരുന്ന ഒന്നാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികൾ വളരെ ഇന്റലിജൻ്റാണ്, വളരെ സ്മാർട്ടാണ്, വളരെ എനർജറ്റിക്കാണ്. അതിലെല്ലാം എങ്ങനെയാണ് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CV മൻമോഹൻ, ജസ്പേഡ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ നിഷാദ് അബൂബക്കർ, ചെയർമാൻ നിസാർ അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.